ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഭാഗ്യവചനധാരയിലെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ശുദ്ധമുള്ള നോമ്പിൻ്റെ 5-ാം ദിവസമായ ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി പിതാക്കന്മാർ നിർദ്ദേശിക്കുന്ന ഒരു വേദഭാഗം 1 രാജാക്കന്മാർ 18-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്ത് പ്രധാനമായി 3 പേരെയാണ് പരിചയപ്പെടുത്തുന്നത്. 1. ദൈവത്തിന് വിരോധമായി ഇസ്രായേൽ ജനതയെ ഭരിക്കുന്ന ശമരിയ രാജാവായ ആഹാബ്. 2. യഹോവയുടെ മഹാഭക്തനും രാജാവിൻ്റെ ഗ്രഹവിചാരകനുമായ ഒബദ്യാവ്. 3. ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവ്. ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവിനോട് പറഞ്ഞതിന് ശേഷം ദേശത്ത് മഴ പെയ്യാതെയായിട്ട് 3 വർഷം കഴിഞ്ഞു. ക്ഷാമം അതികഠിനമായിരിക്കുന്നു. വളർത്തുമൃഗങ്ങൾ എല്ലാം തന്നെ ചത്തു. രാജാവ് തൻ്റെ ഗ്രഹവിചാരകനായ ഒബദ്യാവിനെ വിളിച്ച് ദേശത്തൂടെ നടന്നു. എവിടെയെങ്കിലും അല്പം പുല്ലെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ, അവരുടെ മൃഗങ്ങൾക്കെങ്കിലും കുറച്ച് കൊടുത്ത് രക്ഷിക്കുവാൻ കഴിയുമോ എന്നറിയുവാൻ അവർ 2 വഴിയിലൂടെ നടന്നു പോകുവാൻ തീരുമാനിച്ചു. ഒബദ്യാവ് യാത്ര ചെയ്ത വഴിയിലാണ് ഏലിയ പ്രവാചകൻ താമസിക്കുന്നത്. ഏലിയാവിനെ കണ്ടപ്പോൾ ഒബദ്യാവ് ഓടിവന്ന് വണങ്ങി. അപ്പോൾ ഏലിയ ഒബദ്യാവിനോട് പറഞ്ഞു, നീ ചെന്ന് ആഹാബിനോട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയണം. ഒബദ്യാവ് പറഞ്ഞു, ദൈവത്തിനറിയാം, ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാബ് വന്ന് അങ്ങയെ കൊല്ലും എന്ന്. ഞാൻ പോയി അവനോട് പറയുമ്പോഴേക്കും ദൈവത്തിൻ്റെ ദൂതൻ അങ്ങയെ എടുത്ത് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകും. രാജാവ് എന്നെ കൊല്ലും. ഞാനോ ചെറുപ്പം മുതൽ യഹോവ ഭക്തനാകുന്നു എന്ന് പറഞ്ഞു. അതിന് ഏലിയാവ് ഒബദ്യാവിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ ഇന്ന് അവനെ എന്നെ തന്നെ കാണിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒബദ്യാവ് ആഹാബിനെ കണ്ട് വിവരം പറഞ്ഞു. ആഹാബ് ഏലിയാവിനെ കാണുവാൻ വന്നു. ഏലിയാവിനോട്, ആരിത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും അത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകൾ ലംഘിച്ച് ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ എല്ലാ ഇസ്രായേലിനെയും 480 ബാൽ പ്രവാചകന്മാരെയും ഇസബെല്ലയുടെ മേശയിൽ നിന്ന് ആഹാരം കഴിക്കുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ എൻ്റെ അരികിൽ കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളെയും പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ കൂട്ടിവരുത്തി. അപ്പോൾ ഏലിയ അടുത്ത് ചെന്ന് സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് വയ്ക്കും? യഹോവയാണ് ദൈവമെങ്കിൽ അവനെ അനുഗമിക്കുവീൻ, ബാലാണ് ദൈവമെങ്കിലോ അവനെ അനുഗമിക്കുവീൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം ഒന്നും പറഞ്ഞില്ല. പിന്നെ ഏലിയ ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ. ബാലിൻ്റെ പ്രവാചകന്മാർ 480 പേരുണ്ട്. ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. ഒരു കാളയെ അവർ എടുത്ത് തീ ഇടാതെ വിറകിന്മേൽ വയ്ക്കട്ടെ. മറ്റേ കാളയെ ഞാൻ ഒരുക്കി തീയിടാതെ വിറകിന്മേൽ വയ്ക്കാം. നിങ്ങൾ നിങ്ങളുടെ ദേവന്മാരുടെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുവീൻ, ഞാൻ യഹോവയുടെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്നവൻ തന്നെ ദൈവമെന്ന് വിശ്വസിപ്പീൻ. ജനമെല്ലാം ഇത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ ഏലിയാവ് ബാലിൻ്റെ പ്രവാചകന്മാരോട്, നിങ്ങളൊരു കാളയെ തിരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കിക്കൊള്ളുക. നിങ്ങൾ അധികം പേരുണ്ടല്ലോ, എന്നിട്ട് തീയിടാതെ നിങ്ങളുടെ ദേവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ എടുത്ത് ഒരുക്കി ഉത്തരമരുളണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിൻ്റെ നാമം വിളിച്ചു. ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. തങ്ങൾ ഉണ്ടാക്കിയ പീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയ പരിഹസിച്ച് ഉറക്കെ വിളിച്ച് പറഞ്ഞു, അവർ ദേവന്മാരല്ലേ? അവർ ധ്യാനിക്കുകയാകുന്നു, അല്ലെങ്കിൽ യാത്രയിലാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഉറങ്ങുകയായിരിക്കാം എന്ന് പറഞ്ഞു. അവർ ഉറക്കെ വിളിച്ച് പതിവ് പോലെ രക്തം ഒഴുകുവോളം വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ വെട്ടി മുറിവേൽപ്പിച്ചു. ഉച്ച തിരിഞ്ഞിട്ടും ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വിളിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു ഉത്തരവും ഉണ്ടായില്ല. പ്രിയമുള്ളവരെ, തുടർന്ന് ഏലിയ ബലിപീഠം ഒരുക്കി യഹോവയായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഏലിയാവ്, എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവൻ്റെ അടുക്കൽ ചേർന്നു. അവർ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി
നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലുകളെടുത്ത് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. പിന്നെ അവൻ വിറക് അടുക്കി കാളയെ ഖണ്ഡമാക്കി വിറകിന്മീതെ വെച്ചു. 4 തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിക്കുവീനെന്ന് പറഞ്ഞു. 2-ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവീൻ എന്ന് പറഞ്ഞു. 3-ാം പ്രാവശ്യവും അങ്ങനെ തന്നെ ചെയ്തു. വെള്ളം യാഗപീഠത്തിൻ്റെ ചുറ്റും ഒഴുകി. അവർ തോട്ടിലും വെള്ളം നിറച്ചു. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്ത് ചെന്ന്, അബ്രാഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമാണെന്നും ഞാൻ നിന്റെ ദാസനാണെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പനപ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ. യഹോവേ, നീ ദൈവം തന്നെ. നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്നും ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു. തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം ഇത് കണ്ട് കവിണ്ണ് വീണ്, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ ആഹാബ് രഥത്തിൽ കയറി ഭവനത്തിലേക്ക് യാത്ര തിരിച്ചു. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ നോമ്പുകാലം സകല അശുദ്ധിയിൽ നിന്നും പിന്തിരിഞ്ഞ് ശ്രേഷ്ഠമായ നോമ്പ് ആചരിക്കുവാൻ തക്കവണ്ണം നമ്മെ വിശുദ്ധീകരിച്ച് ശ്രേഷ്ഠമായ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.